ഇതിലോട്ട് പോണേ. ഞാനിത് പഠിക്കുന്നുണ്ട്. ഞാനെടുത്ത ഷെഫാനുള്ള പരിപാടി കുറച്ച് ബാക്കോട്ട് പോകും. ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സോയ ഉണ്ടാക്കാം. അമ്മ യൂട്യൂബിലൊരു വീഡിയോ കണ്ടതാണ്. അപ്പൊ അതിൽ വെച്ചിട്ട് ഒച്ചത്തിൽ പറ, നിങ്ങൾ നാണത്തോടെ പറയുന്നു. ഒച്ചത്തിൽ പറ. നമ്മളങ്ങനെ പുതിയ പാനില് ഉദ്ഘാടനം ചെയ്യലാണ്. നിങ്ങൾ ഓരോന്ന് പറഞ്ഞ അന്നെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാനാക്കുന്നു. അനക്ക് മര്യാദക്ക് പറഞ്ഞു. അപ്പൊ നമ്മള് അത് തന്നെ ഉള്ളി എന്തെല്ലാം ഇടാനുണ്ട് ഞാനിപ്പോ പറഞ്ഞുതരാം. ഓരോ സാധനം എടുത്തോണ്ട് ഞാൻ ഇടുന്നുണ്ട്. 2 ഏലക്കായ ഇട്ട് നമ്മള് തലേന്ന് സോയ പുതർത്ത് വെക്കണം. തലേന്ന് പുതർത്ത് വെക്കണ്ട, എന്തെങ്കിലും ആയിട്ട് ഇതുണ്ടാവും, ഉടക്കുണ്ടാവും. പുതർത്ത് വെക്കണ്ട. ചൂടുവെള്ളത്തിലിട്ടിട്ട് ഉപ്പിട്ട് ലേശം സോക്ക് ചെയ്തിട്ട് അത് നിങ്ങളൊന്ന് ഇടുന്നു. ഇത് ജീരകം ഇടുന്നു. ചെറിയ ജീരകം. ജീരകം പൊടിച്ചല്ലേ? പൊടിച്ചതാണ്. പൊടിക്കണ്ട ആവശ്യമില്ലേ. അപ്പൊ അത് ഇടുന്നു. അതിനകത്തേക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഉള്ളി ഇട്ട് ഇതൊന്ന് ഇങ്ങനെ വഴറ്റണം. വഴറ്റാതെ നമ്മൾ സാധനം എടുക്കുക. നമ്മള് ഇഞ്ചിയെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതിനല്ലേ ഇഞ്ചി പേസ്റ്റ്. ഞാനിത് പഠിക്കുന്നുണ്ട്. ഞാനെടുത്ത ഷെഫാനുള്ള പരിപാടി കുറച്ച് ബാക്കോട്ട് പോകും. കളറൊക്കെയാണ്. എന്റെ ആരോഗ്യം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ഞാൻ തന്നെ വാങ്ങിയതാണ്. അച്ഛന്റെ വെച്ചിട്ട് നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. വഴറ്റിട്ട് നമ്മളൊരു മൂപ്പെത്തുമ്പോഴാണ് അടുത്തത് ഇടേണ്ടത് അല്ലേ? പൊതുവെ അങ്ങനെയാണ്. നമ്മളതിൻ്റെ അകത്ത് ഞാൻ ഇടാൻ നോക്കുമ്പോ അപ്പോഴത്തേക്ക് ചോറ പൊട്ടും, ഇവിടെ അടി പൊട്ടും. അതാണ് പ്രശ്നം. അങ്ങനെ ഇടാൻ പറ്റൂല. ഇതിനകത്തേക്ക് നമ്മൾ ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കണം എന്നാണ് നമ്മളെ മിക്സിയിൽ ഗാർലിക് പേസ്റ്റ്. അതിടുന്നു. ഇത് വീണ്ടും വഴറ്റുന്നു. ഇപ്പൊ നല്ലൊരു മണം വരുന്നുണ്ട്. മണം വീഡിയോ കിട്ടൂല, നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളാണ് ഉള്ളത്. എന്തെല്ലാം പൊടികളാണ് ഉള്ളത്? ഞാനാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. വീട്ടിൽ ശരിക്കും മെയിൻ കുക്ക് ഞാനാണ്. ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇവരെല്ലാം വെച്ചത് മാറ്റുന്നത്. അടുത്ത സാധനം പെപ്പർ ഇടുന്നു. കുരുമുളക് പൊടി. അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉള്ളവരാണ് എന്റെ സബ്സ്ക്രൈബേഴ്സ്. നിങ്ങളത് പറയാൻ പാടില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നും ഇത് കാണാനെങ്കിൽ വരില്ല. ഞാൻ ലിങ്ക് ഇടുന്നതൊന്നും മനസ്സിലാത്തവരൊന്നും ബാധിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇത് പെരത്തിക്കൊണ്ടപ്പോ ഞാൻ അങ്ങനെ തിന്നുവാ. ശരിക്കും ഞാനാണ് ഇതുവരെ പഠിപ്പിച്ചത്. മഞ്ഞൾപ്പൊടി ലേശം ഇടാവേ, ഒരു സ്പൂൺ ഇടുക. പിന്നെ നമുക്ക് സാധാ മുളക് പൊടി 1 സ്പൂൺ ഇട്ട്. സാധാ മുളക് പൊടി 1 സ്പൂൺ ഇട്ടാൽ നല്ല കളർ വരും. 1.5 സ്പൂൺ ഇട്ട് മര്യാദക്ക് പറഞ്ഞു കൊടുക്കും. 1 സ്പൂൺ ചെറിയ അത് എരിവ് ഇഷ്ടമുള്ള പോലെ ഇട്ടാൽ മതി. അവരവരെ കയ്യിൽ പോലെ ഇതിടണോ? പാല് ഒന്നാം തരം വരും തരാം, ഒരു നല്ല പിപി തരാം. ഓടി 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 വാ. മതി. ഷെഫ് അനിത എനിക്ക്
ഓക്കെ ഒന്നുകൂടി പറഞ്ഞോ കിട്ടിയില്ല. അത് വേണ്ട. പെരുംജീരകപ്പൊടി ഇതിലോട്ട് പോണേ. ഉപ്പും പൊടി ചേർത്തില്ല. നമ്മള് സോസ് ഞാൻ കേട്ടെ. ഉപ്പിട്ടിട്ട് കുറച്ച് നേരം വെളുത്തിട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരും. ഇങ്ങനത്തെ കുറെ അവസ്ഥകളാണ് ഈ വീട്ടിൽ നിന്ന് ഞാൻ കഴിഞ്ഞ അന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ വിടാണ്ടെന്നാ അന്നൊന്നും ഒരു സോസ് കഴിക്കാൻ എന്താ ഉപ്പിട്ട് ഇത്രയും ഉപ്പിടുന്നു. അത്ര ഉപ്പ് ഇട്ടാ ആ അത് ഒരുപാട് ഉപ്പിട്ട് ഒന്നുമില്ല. ഉപ്പിട്ട് വഴഞ്ഞ് അല്ലേ? ഇനി അതിൽ അവര് പറയാത്തൊരു സാധനം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില. നമുക്ക് മറ്റേ ചപ്പില്ലാത്തതുകൊണ്ട് കറിവേപ്പില വെറൈറ്റി ആണല്ലോ, ആരും ഇടാത്ത സാധനം നിങ്ങൾ മാത്രം. അല്ല അതിനകത്ത് ഒളിച്ചിട്ടില്ല. അതും കൂടിയിട്ട് ഇനി നമുക്കിത് സോസ് അല്ല ഒഴിക്കേ ഞാൻ പറയും. സ്റ്റോപ്പ് എന്ന് പറയുന്നത് സോസ് എനിക്കധികം ഇഷ്ടമല്ലേ. അതിനല്ല ചോപ്പ് എന്ന് പറയുമ്പോൾ പോയിട് പോയിടാനായിട്ടില്ലപ്പാ. വെള്ളം ഒഴിക്കല്. ഇനി നെക്സ്റ്റ് വാട്ടർ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തിളച്ച് വരണം. കളകുന്ന കളക്കുന്നുണ്ടല്ലോ, കളക്കുന്നു. കളക്ക നിന്നിട്ട് എവിടെ അതിന്റെ ഇരുത്തിരിയാ ഇതൊക്കെ ചങ്സ് ഇടുന്നേ. ഇപ്പൊ നമ്മുടെ നായകൻ ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കാശ്മീരി ചില്ലി ലേശം ഇടാം. കളറിന് കളറോടില്ല. കളറൊന്നും ഞാൻ വിളിക്കുന്നത്. ഇത് നല്ല പോലെ ഒന്ന് വറ്റി വരട്ടെ. നമുക്ക് ലിഡ് ഉണ്ടല്ലോ. വെട്ടിയുമ്പോഴത്തേക്ക് ഞാനൊരു പാട്ട് പാടാം. ഇവിടെ അത് ചേർന്നുണ്ടോ അവിടെ വെക്ക്. ലെറ്റ്സ് ഓപ്പൺ. ഒരു കളറായിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെയാണ്. ഷെഫ് ഞാനിത് വല്ല ആക്കും നോയിക്കോ. സെറ്റായിട്ട് കുറച്ചും കൂടി വെള്ളം തേച്ച് വറ്റണം, കുറുകണം. ഇതിന്റെ തീരെ ഇപ്പൊ ഓണാക്കി. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച സാധനം അച്ഛന് പരീക്ഷിക്കാൻ പോവുകയാണ്. അച്ഛനാണ് നമ്മളെ ആദ്യം തിന്നുന്ന ആള്. എങ്ങനെയുണ്ട്? ജെന്യൂൻ റിപ്ലൈ വേണം. കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പറ. ജെന്യൂൻ റിപ്ലൈ ആണ് നമുക്ക് വേണ്ടത്. ഞാനിത് നോക്കാൻ പോവുകയാണ്. സൂപ്പർ ആയിട്ടുണ്ട്. ഇതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. മേക്കർ ഞാൻ നമ്മുടെ മേക്കർ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇത് മാങ്ങക്കറിയാണ്, നമ്മുടെ വീട്ടിലെ മാങ്ങയാണ്.
നമ്മുടെ വീട്ടിലെ മാങ്ങ ഇഷ്ടം പോലെ ഇനിയുണ്ട്. ഇവിടെ കാണിച്ചു മാങ്ങ കാണിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ മാങ്ങ. ഇങ്ങനെ നമ്മൾ തിരിച്ചു വരുന്നു. അന്ന വീഡിയോ കിട്ടുന്ന ഇതാണ് ക്യാമറമാൻ.